ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. തമിഴിന് കണ്ടു കാണിക്കുക ഡേ ഇൻ മൈ ലൈഫ്. സോ രാവിലെ അത്തായം മുതൽ രാത്രി വരെ എന്തെല്ലാം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഫുള്ളൊരു ഡീറ്റെയിൽസ് ഒരു വ്ളോഗ്. ഇന്ന് കണ്ണാടി എന്തിനു ഇട്ടതെന്ന് ചോദിച്ചെങ്കിൽ എൻ്റെ കണ്ണാടി മുങ്ങാൻ ഞാൻ ഇട്ടിച്ച് അയൻ പൊളിച്ചിട്ടുണ്ടായിരുന്നു. അത് സോ കിട്ടി, അതിൻ്റെ ആവശ്യം കൊണ്ട് ഇട്ടത് കേട്ടോ. എനിക്ക് എന്താ പറയുക, കാഴ്ച കുറവ്, അതേ കണക്ക് ഇത് തലവേദന ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തലവേദന വരുമ്പോൾ ഇത് വെക്കുമ്പോൾ കുറച്ച് നല്ലൊരു റിലീഫ് ഉണ്ട് കേട്ടോ. സോ അതുകൊണ്ട് ഞാൻ അധികം വെക്കുന്നുള്ളത്. കാഴ്ച വയസ്സായല്ലോ. സോ ചെറുതിലെ എനിക്ക് കാഴ്ചയില്ല കേട്ടോ. ചെറുതിലെ എനിക്ക് ഒരു 3-4 ക്ലാസ് നമ്മളത്തേക്ക് തന്നെ എൻ്റെ കാഴ്ച ഏകദേശം കുറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ സ്പെക്സ് ഞാൻ വെക്കുന്നുണ്ടായിച്ചാൽ എനിക്ക് വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്ക് തലവേദന കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് വെക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, വെച്ചിട്ട് എടുക്കുമ്പോൾ നല്ല പ്രശ്നമുണ്ട്. സോ ഇനി ഞാൻ നീണ്ടും പോയെങ്കിൽ ഞാൻ എന്തെല്ലോ കഥ പറയും. സോ നമുക്ക് വീഡിയോയിൽ കിടക്കാട്ടാ. എന്നാൽ കയറി പിന്നൊരു സംഭവം, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ? അത് എനിക്ക് ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ആക്കാം. അപ്പോൾ താറ്റല്ല, വീഡിയോയിൽ വന്നോ. അങ്ങനെ രാവിലെ ഞാൻ 4 മണിക്ക് എണിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം 4 മണിക്ക് എണിക്കാൻ കാരണം അത്താഴം വയ്ക്കാനല്ല കേട്ടോ, അയ്യാണ്ട് എണിപ്പിച്ച് ഗൈസ്. 4:30 എണിച്ചാൽ മതി എന്നൊരു തോന്നലും അപ്പോഴത്തേക്ക് എന്താ പറയുക, ഞാൻ ജസ്റ്റ് താഴ്ച നിസ്കരിച്ചിട്ട് ഓതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹത്ത ഓതുന്നുള്ളത്. അപ്പോൾ അതിന് ബാക്കി ഓത് നിൽക്കുമ്പോഴത്തേക്കാണ് ഉമ്മ താഴ്ന്ന് വിളിച്ച് അത്താഴം കഴിക്കാൻ വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. ഉമ്മ അപ്പോഴത്തേക്കെല്ലാം ചൂടാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ എന്താ പറയല്ലേ, ഞാൻ കുറച്ച് ഇതാക്കി എടുത്തുവെച്ച് പിന്നെ ഉമ്മ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ നേരെ ക്ലീനാക്കാൻ വന്ന്. എൻ്റെ പ്ലാൻ എന്താ വെച്ചെങ്കിൽ മറ്റേ എല്ലാം ക്ലീനാക്കിയിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് പോയിട്ട് ഒരു 12 മണി വരെ ഉറങ്ങണമെന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ എന്തെങ്കിലും ഫോൺ തോണ്ടിക്കൊണ്ട് അങ്ങനെ ഇങ്ങനെല്ലാം ആക്കിയിട്ട് ഒരു 8 മണിയാവും ഉറങ്ങുമ്പോൾ. പിന്നെ ഒരു 10 മണിയാകുമ്പോൾ 9:30 ആകുമ്പോഴത്തേക്ക് മല്ല കഴിഞ്ഞാൽ വരും, പോയെങ്കിൽ 10 മണി. അങ്ങനെ ഉമ്മ എന്താ പറയുക വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ടായ ഡ്രസ്സെല്ലാം കഴുകി കിട്ടി. എന്നിട്ട് ഞാൻ ആരിടാൻ പോകുന്നുള്ളത് കേട്ടോ, സൂര്യൻ വരാനൊന്നും സമയമായിട്ടല്ലേ. അപ്പോൾ ഈ നോമ്പിനാകുമ്പോഴത്തേക്കാണ് ഈ 4 മണിക്കെല്ലാം എണിക്കല്, ഇല്ലെങ്കിൽ 7:30 8. അതിന് എങ്ങനെ എണിക്കാൻ കഴിയുന്നില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, ഡ്രസ്സെല്ലാം ആറിട്ടിച്ച് കുറച്ച് പൂവിൻ്റെ ചെടിക്ക് എന്താ പറയുക വെള്ളം ഒഴിക്കാൻ നിന്ന്. എൻ്റെ ഒരു മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ, അതിന് മെയിനായിട്ട് ഞാൻ വെള്ളം ഒഴിക്കും. എന്തെങ്കിലും ഒഴിച്ചില്ലെങ്കിലും ഞാൻ ഇത് നല്ല പങ്ങനെ നോക്കൂ കേട്ടോ. അതെന്തെന്നറിയില്ല, എൻ്റെ ഫേവറേറ്റ് ചെടി എന്ന് തന്നെ പറയാം. പൈസ ഇല്ലെങ്കിലും മണി പ്ലാന്റ് എനിക്കൊരു അതങ്ങനെയാണ്. പിന്നെ മുറ്റടിക്കാൻ നിൽക്കുന്നില്ല കേട്ടോ. ഇത് എൻ്റെ സ്ഥിരം പണി. ഒന്നെങ്കിൽ രാവിലെ എണിച്ചപ്പാട് ഞാൻ മുറ്റടിക്കും, ഇല്ലെങ്കിൽ എന്താ അറിയാമല്ലോ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മുറ്റടിക്കും. അപ്പനും ഉപ്പ പറയും, ഇത് ഇപ്പമല്ല നാസർ അടിക്കേണ്ടത്, രാവിലെ 5 മണിക്ക് എണിച്ചിട്ട് അടിക്കണം, അന്ന് നമുക്ക് ഒരു ബോഡിക്കെല്ലാം നല്ലതെന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് നമ്മൾ തല പൊന്നണ്ടേ, അന്നല്ലേ നമുക്ക് അടിക്കാൻ പറ്റൂ. അപ്പോഴത്തേക്ക് ബാക്കിലത്തെ രവിച്ചേട്ടനും ഇപ്പോഴത്തെ എന്താ പറയുക, ഞാൻ അവർ വീട്ടിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആറിട്ടിട്ട് മുറ്റടിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നേരെ അയ്യൻ്റെ ടോയ്സ് എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. നല്ല പാങ്ങിൽ ക്ലീനാക്കി പോയെങ്കിൽ വയ്യ ക്ലീനാക്കണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നേരെ പോയിട്ട് ഉളവാക്കിയിട്ട് എന്നെ നിസ്കരിക്കാനുണ്ട് ഗൈസ്. അങ്ങനെ നല്ല പാങ്ങിൽ കൈ വാശക്കണം എന്ന് വെച്ചെങ്കിൽ ഫുള്ള് മുറ്റടിച്ചില്ലെങ്കിലും ഒരു സംഭവം എന്ന് വെച്ചെങ്കിൽ വീട് കുടിയില്ലാത്ത എനിക്കുണ്ടാവും. പിന്നെ ആക്കിയിട്ട് വന്നിട്ട് നേരെ നിസ്കരിക്കാൻ നിൽക്കുന്നുണ്ടായത് കേട്ടോ. ഞാൻ നിസ്കരിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരാൾ എണിക്കുന്നുണ്ട്. ആരെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഒരാൾ ജോറായിട്ട് ചിരിക്കുന്നുണ്ട്. എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ചേച്ചി കരയുന്നിരിക്കുന്നു. അപ്പോഴത്തേക്ക് സ്വപ്നം എന്തോ കണ്ടിട്ട് ജോറായിട്ട് ചിരിയും കളിയുണ്ടായി. പെട്ടെന്ന് തന്നെ കണ്ടിട്ട് അമ്മ നെറ്റിട്ട് എനിക്ക് ഉമ്മ കൊടുത്തു അമ്മി. അപ്പോൾ ഞാൻ ചേച്ചി സ്വപ്നത്തിൽ ഉമ്മാനം കണ്ടിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് പാത്തു ജാജെല്ലാം എന്നെ തച്ച് നല്ല പറഞ്ഞു, അതെൻ്റെ ഇച്ഛനെ വെക്കോട്ടാ. അങ്ങനെയുള്ള പറഞ്ഞ് ഞാൻ പറഞ്ഞു നീ ഉറങ്ങിക്കോ അമ്മി തട്ട് എന്നല്ല പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് ഇല്ല ഞാൻ നിസ്കരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഉറക്കത്തിൽ പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയിട്ടാ മുസാഫ് അട വെച്ചിട്ട് പയ്യെ ബാക്കിൽ തിരിഞ്ഞു നോക്കുമ്പോഴുണ്ടാ നിന്നിട്ട് പിന്നെ വീണിട്ട് കരയാൻ തുടങ്ങി. ഓനിക്ക് നിസ്കാരക്കുപ്പായ വേറെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ നിസ്കാരക്കുപ്പായിട്ട് നിസ്കരിക്കുന്ന കൊണ്ട് ഓനിക്ക് നിസ്കാരക്കുപ്പായ വേണം, അത് ഫറല്. അങ്ങനെ എന്താ പറയല്ലേ, ഓനത് ലാസ്റ്റേ വെക്കൂട്ടോ. അതിന് മുകളിൽ എന്നത് വെക്കും നിസ്കാരക്കുപ്പായം. അപ്പോൾ ഓനിക്കിതാ ഇത് ഒരു എന്താ പറയുക, ഇതിനെന്താ പറയല്ലേ, എനിക്ക് കിട്ടുന്നില്ലല്ലോ, എന്തോന്ന്
അത് ഇട്ട് കൊടുത്ത് അത് ഇട്ടിച്ച് ഓന് ഇനി ഡ്രസ്സ് ഇട്ടെങ്കിൽ അത് ഊരിച്ച് എനിക്ക് ഇതിട്ട് കൊടുക്കണം. നല്ല ഉറക്കലില്ല ഇതിട്ടാ കുഞ്ഞ് എനിക്ക് കാണുമ്പോൾ തന്നെ കേട്ടാലും. പിന്നെ ഞാൻ നിസ്കരിക്കുന്ന പറഞ്ഞിട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങുന്ന പറയുന്നത് ശരിയല്ലല്ലോ. ഇപ്പം കുറച്ച് ശീലമാക്കിയ വേണ്ടി നല്ലതല്ലേ, കണ്ട നല്ല ഉറക്കലുണ്ട്, എന്നാൽ ഒരു സൈഡിൽ ശരിയുണ്ട്. പിന്നെ കുറച്ച് നേരം ഓനെ നിസ്കരിക്കാനും പഠിപ്പിച്ച് ഓനെ എൻ്റെ കൂടെ നിസ്കരിക്കും. പക്ഷെ എന്നാലും കുറച്ച് ഇടയ്ക്ക് എനിക്ക് പറഞ്ഞു കൊടുത്തോണ്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് സന്തോഷം എൻ്റെ മുഖത്തിലുള്ളത് ഞാൻ ഇങ്ങനെ ഒന്നൊന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഓന് ബെബയോ ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്ന എനിക്ക് ഓന് ഇതാക്കും. പിന്നെ ഒരു എന്താണെന്ന് വെച്ചെങ്കിൽ ബാങ്ക് കൊടുക്കുമ്പോൾ ഓന് ഒരു നിസ്കാരം കഴിയും. ഉമ്മാനൊക്കെ ഒരു നിസ്കാരം, ഉപ്പാനൊക്കെ ഒരു നിസ്കാരം, എൻ്റെയൊക്കെ ഒരു നിസ്കാരം, എല്ലാവർക്കും ഒരു ടൈപ്പ് പോയിട്ട് നിസ്കരിക്കും കേട്ടോ. ഒരു ദിവസം ഒരു 10-20 വട്ടം നിസ്കരിക്കും. പിന്നെ എന്താ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ആകുമ്പോഴത്തേക്ക് എൻ്റെയൊക്കെ കുലിമാല് എന്താ പറയല്, അങ്ക് പാപ്പി വേണം അങ്ക് ഉറങ്ങുന്നതെന്ന് പറഞ്ഞിട്ട്. പിന്നെ താറ്റാറ്റം പറഞ്ഞിട്ട് ഓനോ ഉറക്കാൻ നോക്കുമ്പോഴത്തേക്ക് പാലിനെ കുപ്പി ബേമുന്നുണ്ടാ പാല് ഇതാക്കിയതാണ്. പിന്നെ ഞാൻ രാത്രി എനിക്ക് കുറച്ച് പാല് കൊണ്ടുപോകും. രാത്രി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എണിച്ചെങ്കിലും അവനും പാല് ചോദിക്കും. സോ അതുകൊണ്ട് ഞാൻ പാല് ഒരു പാട്ടയിൽ കൊണ്ടുപോയിക്കോട്ടാ. ഇപ്പം ആയിപ്പിന്നുണ്ടല്ല, എനിക്ക് പാല് കൊണ്ടുവരുന്ന ശേഷിയില്ല കേട്ടോ. നോമ്പ് തുറന്നിട്ട് നിസ്കരിച്ചിട്ട് ഇങ്ങനെ ഒട്ടും കഴിയുന്നില്ല. അപ്പോഴത്തേക്ക് ചെമ്മും എല്ലാം കുപ്പിപ്പാലും പാലെല്ലാം കൊണ്ടുവന്നിട്ട് ഇതാക്കും. പിന്നെ ഓനെ ഉറക്കുമ്പോൾ ഞാനും കുറച്ച് ഉറങ്ങിട്ട് പണിയെല്ലാം കഴിഞ്ഞതല്ലേ എന്നുവെച്ചാൽ ഞാൻ ഉറങ്ങി. പിന്നെ കുറേ നേരം ഞാൻ ഫോൺ നോക്കിയിട്ടാ. ഞാൻ എങ്ങനെ ഉറങ്ങുന്നില്ല ഭയ്യ. ഞാൻ മാമാൻ്റെ അടുത്ത് പോകുന്നത് ഫുള്ള് കുലുമാലി. അങ്ങനെ മാമാനെ ഉറക്കം കഴിഞ്ഞിട്ട് ഉമ്മാമാനെ ഓനെ നോക്കുന്നുണ്ട്. ഞാൻ ഉറക്കം നെണിച്ചിട്ട് പട്ടിഷു ഗൈസ്. പിന്നെ എൻ്റെ മണി പ്ലാന്റ് ഞാൻ നേരത്തെ പണിക്കാൻ കാണിക്കുക. ഞാൻ എൻ്റെ റൂമിൽ 2-3 കുറേ എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉണങ്ങി പോയിട്ട് അങ്ങനത്തെ ചൂട് മുകളിൽ നമ്മ തന്നെ കരഞ്ഞ് പോകുമെന്നറിയില്ല, അതിനെന്താ പറയുക, കരിഞ്ഞ് അങ്ങനെ ആയി പോകുമെന്നറിയില്ല ഗൈസ്. അങ്ങനെ എൻ്റെ മണി പ്ലാന്റ് ഒന്ന് ഇങ്ങനെ താഴെ ഉണങ്ങിയിട്ടുണ്ട്, മോള് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു കുഞ്ഞിപ്പോൾ പുതിയതായിട്ടൊന്നും വെച്ചിട്ടുണ്ട്. മുച്ചല്ല മറ്റേ ജനലോപ്പൺ നോക്കിയിട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു കാഴ്ച. താഴെ നോക്കുമ്പോൾ അയ്യനൊക്കെ ടി വിയും വെച്ചിട്ട് ഞാൻ നേരത്തെ ക്ലീനാക്കി വെച്ചത് എല്ലാ സാധനം എടുത്തിട്ട് ഇവിടെ ടേബിളും വെച്ചിട്ട് ടി വി വെക്കുന്നുണ്ട്. ഞാൻ വരുമ്പോഴത്തേക്ക് ഓന് പേര കളിക്കൊളുത്തായി. പിന്നെ മുറ്റത്തിരിക്കുമ്പോഴത്തെ ഫൗസ് ഞാൻ വന്നിട്ട് പാലും കൊണ്ടുവന്നിട്ടാ. പിന്നെ അത് നേരെ ഫ്രിഡ്ജിൽ വെക്കാൻ പോകുമ്പോൾ പറഞ്ഞാൽ കുഞ്ഞിക്ക് എന്തെങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത്താഴത്തിന് ഉണ്ടായ കോഴിക്കറി കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഓന് ടി വി വെക്കുന്നില്ല, എല്ലാവരും കാട്ടും നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അല്ല കേട്ടോ, ഓനിക്ക് DJ പാട്ട് ഇങ്ങനെ ഫീലിങ്സ് സോങ്ങാ ലവ് സോങ് അതൊന്നും കാട്ടിനൊന്നും റൈംസ് ഒന്നും വേണ്ട. DJ ഫുൾ DJ അത് മാത്രമേ നോക്കൂ. അത് ട്രെൻഡായിട്ട് ഇറങ്ങുന്നുള്ള സംഭവമേ നോക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓന് ആപ്പാൻ്റെയൊക്കെ കളിക്കാൻ നിന്നിട്ടാ. ഓന് വടിയോട് കളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഓൻ വെച്ച് ചാടി വടിയിലൊന്നും കളിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്താ പറയില്ലേ, പിന്നെ ഉമ്മ കുടുംബശ്രീന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മാനൊക്കെ ഉമ്മ പോയിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ സൂചി കുത്തിയിട്ട് വരാം അമ്മയുടെ ഇരിക്കി എന്നെല്ലാം പറഞ്ഞിട്ട് നേരെ പോകുന്നില്ല കേട്ടോ. പിന്നെ കാണുന്നില്ല ചെക്കൻ, അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു. പിന്നെ ഓന് ബാക്കിലേ പോകണം. അപ്പോഴത്തേക്ക് സൂര്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ചൂട്. രാവിലെ ആകുമ്പോഴത്തേക്കിടെ നല്ല ചൂടുണ്ട്. ഇനി വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചിട്ട് എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല. പയ്യ പറഞ്ഞ് അമ്മി ഹോസ്പിറ്റലിൽ ബിസ്ക്കറ്റ് ഉണ്ടോ, മാമ പറഞ്ഞു ഞാൻ ബിസ്ക്കറ്റ് എടുത്തിട്ട് വരാം എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ എന്തെല്ലോ കഥ പറഞ്ഞു. പിന്നെ എങ്ങനെ ഉള്ളിൽ കയറുന്നില്ല. പിന്നെ എന്തെല്ലോ പറഞ്ഞിട്ട് ഉള്ളിൽ കയറ്റിയിട്ടാ. അപ്പോഴത്തേക്കാണ് കുഞ്ഞി മാങ്ങ ഒരു 2-3 പിടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ ഒന്നൊന്ന് വീഴുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് അച്ചക്കുനി ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പല്ല് വേദനയായിട്ട്. അപ്പോൾ ചണ്ടെല്ലാം വീങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാണ് ഓനിക്ക് ഡേറ്റ് കൊടുത്തിട്ടുണ്ടായത് 11:30. അങ്ങനെ ഞാൻ മുറ്റത്ത് നിന്നിട്ടാണ് ഗൈസ് പർദ്ദയിട്ടത്. അയ്യാനുള്ളിൽ നിന്ന് വെച്ച് കരുന്നുണ്ട് കേട്ടോ. എനിക്കറിയാം ഞാൻ മല കഴിഞ്ഞത്. അപ്പോഴത്തേക്ക് ജനൽ കൊണ്ട് കണ്ട് കരഞ്ഞോണ്ടിരിക്കുന്നുണ്ടായിന്. അപ്പോഴത്തേക്ക് നോമ്പിൽ ഓനെ കൂട്ടിക്കൊണ്ട് പോയെങ്കിൽ നോമ്പെന്നല്ല ക്ലിനിക്കിൽ കൂട്ടിക്കൊണ്ട് പോയൊന്നും ഒരു പ്രശ്നം വെച്ചാൽ ആദ്യത്തെ മെഷീനെല്ലാം ഒന്ന് തോണ്ടാൻ നിൽക്കും. അപ്പോൾ നല്ലതല്ലല്ല, കാണുന്നവർക്കും അടുത്തവർക്കും എല്ലാവരും കുറച്ച് ഇതുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അവനെ അധികം കൂട്ടിച്ചാട്ടാ. പിന്നെ അച്ചക്കു എന്നല്ലേ ബൈക്ക് പാർക്കാക്കാൻ പോയിട്ടുണ്ട്. ഇന്ന് കുറച്ച് ടൗണിൽ ഇറങ്ങിയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കുറേ പോകാനുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഉണ്ടായത് ടൈം എന്ന് പറഞ്ഞെങ്കിൽ 11:30. നമ്മൾ പോയത് 11:45. അങ്ങനെ ഇങ്ങനെയെന്ന് പറയുമ്പോൾ ഉള്ളിൽ കയറുമ്പോൾ 11:50-55 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, അപ്പോഴത്തേക്കാണ് ഉള്ളിൽ ഓന് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായി, സംസാരിച്ചിട്ട് ഉള്ളിൽ പോകുമ്പോഴത്തേക്ക് ഓനത് കഴിഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ആദ്യം നമ്മൾ നേരെ പോകുന്നില്ലത്. ഞാൻ ഈ മുങ്ങാന്ന് സ്പെക്സ് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ. അത് മുങ്ങാന്ന് പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ടൈമില്ലാത്തതുകൊണ്ട് പോകാൻ പറ്റിയിട്ടാ. ഇനി ഓൻ്റെ ഭയങ്കര കേൾക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടായത്. പക്ഷേ ഓനെ ഒരു ചിരിച്ചിരിക്കുമ്പോഴത്തേക്കാ സന്തോഷമായി. അതിനൊന്നും കേൾക്കില്ലല്ലോ. പിന്നെ
കണ്ണാടിയും കിട്ടിയ ആവശ്യത്തിൽ പോകുന്നുള്ളത് ഗേൾസ്. ഇനി അപ്പോഴത്തേക്ക് ഉമ്മ കോളാക്കിയത് പറഞ്ഞ് നേരെ ഉപ്പാനെ അവിടെ പോകണല്ലോ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടുന്ന് പോകുമ്പോഴത്തേക്ക് എനിക്ക് എന്തെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ വെച്ചെങ്കിൽ എനിക്ക് അത്താഴം കഴിക്കുമ്പോൾ പിന്നെ നോമ്പ് തുറന്ന് പിന്നെയും എനിക്ക് സ്വീറ്റ്സ് കഴിക്കാൻ ഭയങ്കര ആശയമായിട്ടാണ്. എന്തെന്നറിയില്ല, ജിലേബി അതെല്ലാം തിന്നാൻ ആശ. പിന്നെ എനിക്ക് കുറച്ച് സ്നാക്സും അതേ കണിക്ക് ഞാൻ കുറച്ച് സ്വീറ്റ്സും വാങ്ങിയിട്ടുണ്ട്. അത് വാങ്ങിയിട്ട് നേരെ പോകുന്നില്ലത് ഗൈസ്. ഇന്ന് കാർ എടുത്തിട്ടാട്ടോ ഞാൻ പറഞ്ഞു ബൈക്കിൽ പോകുന്ന ട്രാഫിക്കില്ലാതെ വേഗം വരാൻ പറ്റി. കാറിൽ പോകുമ്പോഴത്തേക്ക് ബനാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ കാറിൽ പോകുന്നത്. അത് കാറെന്ന് പറഞ്ഞെങ്കിൽ തന്നെ ഇഷ്ടമില്ല. പിന്നെ മംഗലം കഴിഞ്ഞിട്ട് കാറെല്ലാം വാങ്ങി ഏട്ടനും അനിയനും കൂട്ടിയിട്ട് പിന്നെ കാറിൽ പോകുന്നത് മോശമല്ലേ ഗൈസ്, പോവാതൊക്കെ. എന്തെങ്കിലും അവർ പോകുമ്പോൾ ഞാൻ നടത്തിയിട്ട് പോകാൻ കഴിയില്ലല്ലോ. അങ്ങനെ കാറ് കുറച്ച് ശീലമായി. പക്ഷേ ബൈക്കിൽ പോകുന്നതില്ല അത്ര സുഖം വേറെ തന്നെ കേട്ടാ. അങ്ങനെ ഉപ്പാൻ്റെ അവിടെ പോയിട്ട് ഉപ്പാൻ്റെ അവിടെ നിന്ന് പച്ചക്കറിയെല്ലാം വാങ്ങിയിട്ട് നേരെ പെരക്കെത്തി. അപ്പോഴത്തേക്ക് അയ്യാനില്ല കേട്ടോ. അപ്പോഴത്തെ സെക്കൻഡ് ഞാൻ വീട്ടിൽ ഉമ്മാനൊക്കെ നുണ പറയാൻ പോയിട്ടുണ്ട്. വയ്യ എന്തോ വീണിട്ട് വന്നിട്ട് കരച്ചിലോടെ കരച്ചിൽ. ഭയ്യ ലേസ് അതെല്ലാം കൊടുത്തിട്ട് സെറ്റാക്കി. ഭയ്യ ഓനെ എൻ്റെയൊക്കെ എന്താ പറയുക ഉച്ച സമയമായി. അപ്പോൾ ഓന് ഞാൻ പറഞ്ഞ് കണ്ണെടുക്കുക. അപ്പോൾ ഞാൻ നിൽക്കൊരു സംഭവം കാണിച്ചു തരാം ലേസ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ ലേസ് നിസ്കരിച്ച് നമുക്ക് തിന്നാം. അതിൻ്റെയൊക്കെ ഉള്ളുവെള്ളം ആക്കിയിട്ട് വന്നത് കേട്ടോ. അത് ഞങ്ങൾക്ക് മലയാളത്തിൽ പറയാൻ ഞങ്ങൾക്ക് നേരെ കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ വെള്ളം ആക്കിയിട്ട് വന്നിട്ട് എന്താ പറയുക എനിക്ക് എന്താ പറയുക നിസ്കാരക്കൊപ്പായിട്ട് കൊടുക്കുന്നുണ്ട്. നിസ്കാരക്കൊപ്പായ അത് ഇതാണ് മക്കൾക്ക് ഭയങ്കര രസം എന്ന് വെച്ചാൽ ഓൻ ഇത് ഇട്ടിട്ട് കാണുമ്പോൾ ഉള്ളൊരു ക്യൂട്ട്നെസ് ഉണ്ട്. അത് വേറെ തന്നെ കേട്ടോ. വേറെ തന്നെ ഒരു രസം തന്നെ അവനെ ഡിഫറെൻ്റ് ആയിട്ട് കാണും. പിന്നെ അതാ ഒരു ഹഗ്ഗിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് കിട്ടും കേട്ടോ. ഒരു ഹഗ്ഗി ഒരു ഉമ്മല്ല എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ ചോദിക്കാതെ തന്നെ തരും. അപ്പം നമുക്കുള്ള സന്തോഷം ആഹാ. പിന്നെ എൻ്റെ കൂടെ അവന് നിസ്കരിച്ചിട്ടാ. അതിനിടയിൽ ഞാൻ അവിടെ ക്യാമറ മെല്ലെ വെച്ചിട്ടുണ്ടായിരുന്നു. അവന് വല്ലതും നോക്കുന്നുണ്ടായിന്. പിന്നെ എന്താ പറയല്ലേ കുറച്ച് നേരം ഓൻ എന്തെല്ലോ കളിക്കുന്നുണ്ടായിന് കേട്ടാ. തൊപ്പി വീണ അല്ല തൊപ്പി ലൂസാണ്. അപ്പോഴത്തേക്ക് ഷെസുവിൻ്റെ തൊപ്പി അത് ഭയങ്കര ലൂസ്. അപ്പോൾ ഓൻ്റെ വിചാരം എന്ന് വെച്ചെങ്കിൽ തൊപ്പി തലേന്ന് താഴെ വീഴുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തൊപ്പി അവന് സേഫാക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ദിക്റ് സലാത്തെല്ലാം ചെല്ലിയിട്ട് പിന്നെ അവന് എല്ലാവർക്കും ഇതുമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇതുമായിരിക്കും. അതാണ് അത് കേൾക്കാൻ നല്ല രസമുണ്ട്. ഓന് ഇതുമായിരിക്കും നമ്മൾ ആമിയാക്കുമ്പോൾ അത് ഭയങ്കര ഒരു വൈബ് കേട്ടോ. നല്ലൊരു ഹാപ്പിയാന്നൊരു മൊമെൻ്റ് എന്നറിയാം. ഓന് ബാപ്പാക്കും എനിക്കും എല്ലാവർക്കും ഇതുമായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഓൻ പറയുന്നതെന്ന് വെച്ചെങ്കിൽ അസുഖമുള്ളവർക്കും അതേ കണക്ക് അത് ചെറുതുണ്ടാകുമ്പോൾ ഇങ്ങനെ ഉറങ്ങുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഓന് നിസ്കാരപ്പായിൽ അത് പറയുമ്പോൾ ഒരു മനസ്സിന് ഹാപ്പി ഉണ്ടല്ലോ. എല്ലാവർക്കും അസുഖമുള്ളവർക്കും നമ്മളൊക്കെ ദുവാക്കാൻ പറഞ്ഞവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് കാക്കല്ലാന്നറിയോന്. പിന്നെ ഓന് കുലുമാല് ഞാൻ ഓതുന്നമ്മീന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ കഥ ബാക്കി ഉണ്ടായിന്. അപ്പോൾ അത് കണ്ടിന്യൂ ആയിട്ട് ഓതാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓതുന്നില്ലതൊരു വലിയതാ. ഞാൻ എന്താ പറയല്ലേ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഓനെ പറഞ്ഞ് അമ്മി ഇന്നത്തെ ലേസ് താന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലേസെല്ലാം കൊടുത്തിട്ട് അമ്മയ്ക്ക് ബാണ്ട അമ്മയ്ക്ക് നോമ്പ് ഉമ്മൊരിക്കൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിനി. അമ്മയ്ക്ക് മുങ്ങാന്ന് അമ്മയ്ക്ക് നോമ്പ് അമ്മയ്ക്ക് കഴിക്കില്ല അമ്മ കഴിക്കണം എന്ന് അറിയുമ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് ഇതാ ഒരാൾ ലേസ് തിന്നോണ്ട് കിടക്കുന്നുണ്ട് കേട്ടാ. പിന്നെ ഓനെ ഓർക്കിയിട്ട് ഞാൻ നേരെ ഫുഡാക്കാൻ വന്ന് ഇന്ന് എന്താക്കുമെന്ന് ഇനി ചിന്തിക്കുന്നുണ്ടായത്. പിന്നെ ഇതാ കാടൻ മുട്ട ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അത് ഒരു ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ കട്ട്ലേറ്റും പിന്നെ എന്താ പറയുക സമൂസ ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. സോ അപ്പോൾ വേറെ അപ്പത്തിന് ചിന്തിക്കണ്ട. അങ്ങനെ അതായത് കാടൻ മുട്ട വൈപ്പിക്കുന്നില്ല കേട്ടോ. ഞാൻ എന്താ പറയുക വൈകുന്നേരം എല്ലാം കട്ടാക്കി അങ്ങനെ വെക്കും കേട്ടോ. ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം ഉണ്ടാവും അല്ല ജ്യൂസ് ആക്കുന്നതും പിന്നെ എന്താ പറയുക നമ്മൾ തിന്നുന്ന ഫ്രൂട്ട്സ് എല്ലാം ഞാൻ വേഗം കട്ടാക്കിയിട്ട് വെക്കും. നോമ്പുരിക്കാൻ നമ്മളേക്ക് തിരക്കാവും ബാങ്ക് കൊടുക്കുമ്പോഴേക്കും നമുക്ക് കിച്ചണിൽ തന്നെ ഉണ്ടാവല്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എല്ലാം കട്ടാക്കിയിട്ട് വെക്കും കേട്ടോ. അങ്ങനെ എന്താ ഞാൻ മുട്ട വേപ്പിച്ചിട്ട് ഇനി എന്താ പറയുക ഫ്രിഡ്ജിൽ നിന്ന് കട്ട്ലേറ്റും സമൂസ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ മുട്ടയ്ക്ക് ഇനി മസാല ആക്കിയിട്ട് വെക്കണം. അത് എന്നിട്ടാണ് ഞാൻ ഫ്രൂട്ട്സ് കട്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിനിടയിൽ ഞാൻ എന്താ പറയലേ ഇരുന്നിട്ട് മുട്ടേൻ്റെ തൊലി എടുത്തുകൊണ്ടിരുന്നത് അത് ഭയങ്കര ടാസ്ക് കിട്ടോ. പിന്നെ എന്താ പറയുക പിന്നെ 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 ഇനി ഇതിൻ്റെ ജ്യൂസാക്കുന്ന ഐറ്റംസ് എല്ലാം ഞാൻ വേറെ ആക്കുന്നുള്ളത്. അപ്പോഴത്തേക്ക് എന്താ പറയുക നമ്മളെ കട്ട്ലേറ്റ് എല്ലാം തണുപ്പെല്ലാം പോയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കട്ട്ലേറ്റ് ഫ്രൈ ആക്കുന്നില്ലത്. മുമ്പ് ഞാനിങ്ങനെ എണ്ണയിൽ ഇടുന്നുണ്ടായത് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ എല്ലാം കണ്ടിട്ടായി പിന്നെയാണ് ഞാനിങ്ങനെ ആക്കാൻ സ്റ്റാർട്ടാക്കിയത്. ഇതാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കട്ട്ലേറ്റ് ആക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റ്.
പിന്നെ ഞാൻ സമൂസ ചുടാൻ നിന്ന് അപ്പോഴത്തേക്കാണ് എൻ്റെ ഇക്ക കോളൊക്കെയത്. പിന്നെ ഇക്കൻ്റെയൊക്കെ കുറേ നേരം കഥ പറഞ്ഞുകൊണ്ടിട്ടാണ് ഞാൻ പണിയെടുത്തത്. പിന്നെ സമൂസ അതിനിടയിൽ ഞാൻ ചുട്ടുകൊണ്ടിരുന്ന് പിന്നെ ഇക്കാൻ്റെയൊക്കെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിന്. ഇക്ക ഒന്നെങ്കിൽ ഈ ടൈം അപ്പോൾ ചുടുന്ന ടൈം പിന്നെ വിളിക്കൂട്ടോ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. പിന്നെ എന്താ പറയുക നോമ്പുരിക്കാനാകുമ്പോഴത്തേക്ക് ആ ടൈമിലെല്ലാം വിളിക്കും. അപ്പോൾ ടൈം ഇങ്ങനെ പോകും. പിന്നെ അതാ ഞാൻ ഈ ജ്യൂസ് ആക്കാൻ ടൈം ആയിക്കൊണ്ട് വന്നിട്ട് 5-5:30 ആയിക്കൊണ്ട് വന്ന്. അപ്പം ഞാൻ വിചാരിച്ചല്ല ജ്യൂസ് ആക്കിയിട്ട് വെക്കാമെന്ന്. എന്ന് വെച്ചെങ്കിൽ ചൂടെന്ന് പറഞ്ഞെങ്കിൽ അമ്മാതിരി ചൂട്. സോ എല്ലാം ഞാൻ ജ്യൂസ് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രിഡ്ജിൽ വെക്കൂട്ടോ, അപ്പോൾ നല്ല തണുപ്പാവല്ല. അതുകൊണ്ട് പിന്നെ എന്താ പറയുക ഞാനിപ്പോൾ കുത്തിപ്പൊടിക്കുന്നുള്ളത് പാലിട്ട എന്താ പറയുക ഇതിൻ്റെ ഷേക്കാക്കാൻ ഇത് മറ്റേ സപ്പോർട്ടിൻ്റെ ഷേക്കാക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റായി കഴിച്ചു. ഞാൻ പുറത്ത് വന്നിട്ട് നിൽക്കുമ്പോഴത്തേക്ക് പിള്ളമാരെല്ലാം കളിച്ചിട്ട് ചെറിയ പിള്ളമാരെല്ലാം കളിച്ച പിന്നെയാണ് വലിയ പിള്ളമാർ കളിക്കാൻ വീഴുന്നത്. അപ്പോൾ എല്ലാവരും വെള്ളം കുടിക്കാൻ ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. ചെറിയ പിള്ളമാർ. പിന്നെ വലിയ പിള്ളമാർ ഒരു 5:30-6 മണിയാകുമ്പോഴത്തേക്കിട്ടാണ് കളിക്കാൻ വീഴുന്നത്. അപ്പോഴത്തേക്കും ഞാൻ അയ്യനെ നോക്കാൻ പോയി. അപ്പോഴത്തേക്കും ഇതാ ഒരാൾ എക്സ്ട്രാ ഒരാളും കൂടി ഉണ്ട്. അതിൻ്റെ അടുത്ത് അച്ചക്കൻ വന്നിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മെല്ലെ നിസ്കരിച്ച് പിന്നെ ഓനെ എണിപ്പിക്കണം എന്ന് വെച്ചെങ്കിൽ ബാങ്ക് കൊടുക്കാൻ അയച്ചിട്ടുണ്ട്. ആ ബാങ്ക് കൊടുക്കാൻ നമ്മളത്തേക്ക് എണിച്ചെങ്കിൽ എന്താ വെച്ചെങ്കിൽ എനിക്ക് നേരെ തിന്നാൻ പറ്റില്ല, ഒരു ഉറക്കിൻ്റെ ക്ഷീണം തന്നെ. പക്ഷേ എനിക്ക് ഈ ഉറക്കിൽ എന്തെല്ലോ വയ്യത്തുന്നുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് പോയാൽ ഞാൻ കുറച്ച് ഉറങ്ങട്ടായാനോ ബേബി എന്നല്ല പറഞ്ഞിട്ട് ഭയ്യ എന്തെല്ലോ ആക്കിയിട്ട് എങ്ങനെയല്ലോ എണിപ്പാക്കാൻ എണിക്കും, വിളിച്ചപാട് എണിക്കും. പക്ഷെ ആ ബെഡിൽ നിന്നൊന്നും തല പൊന്തി കിട്ടാനും ഭയങ്കര പണിയിട്ടാണ്. ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് എണിക്കും, ഇടയ്ക്കിടയ്ക്ക് എണിക്കേയില്ല. ഇങ്ങനെ ഉച്ച സമയം ആ ടൈപ്പ് ആകുമ്പോഴത്തേക്ക് അങ്ങനെ എണിക്കില്ലായിരുന്നു. പിന്നെ കുറേ നേരം കൊണ്ടൊക്കെ കളിച്ചുകൊണ്ടിരുന്നിട്ടാ. അപ്പോഴത്തേക്ക് ഞാൻ എന്താക്കി, ഇനി ബാങ്ക് കൊടുക്കാനായല്ല അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കാമെന്ന് വെച്ചാൽ എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ട് ഞാൻ ഗൈസ് ടാസ്ക് ഉള്ളത് ഇനി ബാങ്ക് കൊടുക്കാൻ ഇത്ര നേരം വെയിറ്റ് ആക്കിയത് ഒരു പ്രശ്നമില്ല. ബാങ്ക് കൊടുക്കുന്ന 5 മിനിറ്റ് നമുക്ക് ടൈമേ പോയില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ബാങ്ക് കൊടുത്ത് ഗൈസ് ഇന്ന് ബാങ്ക് കൊടുത്തെന്ന് തോന്നി. അങ്ങനെ വെയിറ്റ് ആക്കിയിട്ട് കുറച്ച് നേരം ആകുമ്പോഴത്തെ ബാങ്ക് കൊടുത്ത് നമ്മൾ ആ നോമ്പ് മുറിച്ചിട്ട് എൻ്റെ കാടമുട്ട എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല, അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ നല്ലോണം കഴിച്ചിട്ടാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായി. മസാല ഇങ്ങനെ പിടിച്ചിട്ട് ആഹാ എന്താ ടേസ്റ്റ്. അയനെ തിന്നിട്ട് അയൻ ചോദിക്കുമ്പോഴത്തേക്ക് സൂപ്പർ അമ്മി എന്നല്ല പറഞ്ഞ്. ഇനി ഇഷ്ടപ്പെടാതെ ഒന്നും അറിയില്ല, നല്ല വാങ്ങണമെന്നല്ല പറഞ്ഞ്. പിന്നെ നമ്മൾ നേരെ നിസ്കരിക്കാൻ പോയിട്ടാ. അപ്പം എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എന്താ പറയുക ഇനി നെക്സ്റ്റ് വ്ളോഗായിട്ട് ഞാൻ കാണും ഇൻഷാ അല്ലാ. അപ്പോൾ എന്താ പറയുക എനിക്കെല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ആക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാം കേട്ടോ. ബായ്.